ചടുലതാളങ്ങളും വായ്ത്താരികളുമായി ഓച്ചിറ പടനിലത്ത് പോരാളികൾ അംഗം കുറിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഓച്ചിറക്കളിക്ക് തുടക്കമായി. കായംകുളം വേണാട് രാജാക്കന്മാർ തമ്മിൽ നടത്തിയ യുദ്ധസ്മരണകളാണ് ഓച്ചിറക്കളിയിൽ നിഴലിക്കുന്നത്. ഓച്ചിറക്കളിയുടെ ഭാഗമായി 19 വരെ കാർഷിക കന്നുകാലിമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയോധന കലയുടെ പാരമ്പര്യവും ചരിത്ര സ്മരണകളും പേറിയാണ് ഓച്ചിറ പടനിലത്ത് പോരാളികൾ അംഗം കുറിച്ചത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഓച്ചിറക്കളിക്ക് പടനിലത്ത് തുടക്കം കുറിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഓച്ചിറക്കളിയുടെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. വിശ്വാസം അത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല, മറിച്ച് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ തൊടുന്നതായിരിക്കണം, മനുഷ്യന് ഗുണകരമായിരിക്കണം എന്നൊരു വിശ്വാസം, എന്നൊരു പ്രത്യയശാസ്ത്രം, എന്നൊരു ആദർശം, എന്നൊരു ദർശനം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരിടമാണ് ഓച്ചിറ. ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് ഓച്ചിറക്കളി. പ്രസിഡന്റ് രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി BS വിനോദ് സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS താഹ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, N രവി, PK വിക്രമൻ, K പത്മകുമാർ, CR കുസുമൻ, B ശിവപ്രസാദ്, C നന്ദകുമാർ, K പ്രതാപൻ, സാഗർ മക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കരക്കളി മത്സരവും നടന്നു. ഗുരുക്കന്മാരും യോദ്ധാക്കളും ക്ഷേത്ര ഭരണസമിതി ഓഫീസിന് മുന്നിൽ അണിനിരന്നു. കിഴക്കേക്കരയുടെ പടത്തലവനായ ശിവരാമനാശാനും പടിഞ്ഞാറേക്കരയുടെ പടത്തലവനായ ത്യാഗരാജനാശാനും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി VS വിനോദിൽ നിന്ന് ധ്വജം ഏറ്റുവാങ്ങി. തുടർന്ന് വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിച്ചു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ, കരനാഥന്മാർ, കളിയാശാന്മാർ, സ്ഥാനികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും അണിയിച്ചൊരുക്കിയ ഋഷഭവീരന്മാരുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിച്ചു. കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്ന് ഏതാണ്ട് 650-ലധികം അതിന്റെ സമീപ കളരികളിൽ നിന്നും പരിശീലനത്തിന് ശേഷം ഇന്ന് ഘോഷയാത്ര കിഴക്കും പടിഞ്ഞാറും ആൽത്തറകൾ, എട്ടുകണ്ടം, ഒണ്ടിക്കാവ്, നക്ഷത്രവനം, തകിടിക്കണ്ടം, മഹാലക്ഷ്മി കോവിൽ, ഗണപതി അമ്പലം എന്നിവിടങ്ങളിൽ വലം വെച്ച് എട്ടുകണ്ടത്തിന്റെ വടക്കുഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലെത്തി. ഇതോടെ യോദ്ധാക്കൾ കിഴക്കും പടിഞ്ഞാറും കരകളിലായി അണിനിരന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ, കരനാഥന്മാർ, കരപ്രമാണികൾ, സ്ഥാനികൾ തുടങ്ങിയവർ എട്ടുകണ്ടത്തിന്റെ മധ്യത്തിലെത്തി കര പറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ ഇരു കരകളിലും നിലയുറപ്പിച്ച യോദ്ധാക്കൾ രണഭേരി മുഴക്കി എട്ടുകണ്ടത്തിലിറങ്ങി പോരാട്ടം ആരംഭിച്ചു. തുടർന്ന് പരബ്രഹ്മത്തെ വണങ്ങി അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന ഉറപ്പോടെ ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്ത ശേഷം താൽക്കാലികമായി കളരികളിലേക്ക് മടങ്ങി. കിഴക്കും പടിഞ്ഞാറുമായി തിരിയുന്ന യോദ്ധാക്കള്, കരനാഥന്മാര് കൊടിവീശി കര പറഞ്ഞ് എട്ടുകണ്ടത്തിലേക്ക് യോദ്ധാക്കള് ഇറങ്ങുന്ന സമയം ആഗതമാകുകയാണ്. 1857 തിരുവിതാംകൂർ ദിവാനായി സ്ഥാനമേറ്റ T മാധവറാവുവാണ് ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധക്കളം മാറ്റിയത്. അതിനുശേഷം അലകുപയോഗിച്ചുകൊണ്ടുള്ള ാണ് മനോഹരമായ യുദ്ധഭൂമിയായി ഓച്ചിറയുടെ ഈ പടനിലം മാറുകയാണ്. ഇതാ കരഘോഷം മുഴക്കുകയാണ്. ആയോധന കലയുടെ വൈഭവം വിളിച്ചോതുന്ന ഓച്ചിറ. അടുത്ത ദിവസവും ഇതേ ചടങ്ങുകൾ ആവർത്തിക്കും. ഇക്കുറി 636 കളിസംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 6000-ഓളം യോദ്ധാക്കളാണ് പങ്കെടുത്തത്. കളിസംഘങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ 19 വരെ വിപുലമായ കാർഷിക കന്നുകാലിമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.